ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് 24 വയസ്സുള്ള ശിവാനി താമസിച്ചിരുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ കാസ്ഗഞ്ച്. ശിവാനിക്ക് വിവാഹം കഴിഞ്ഞ് 2 ചെറിയ മക്കളുമുണ്ട്. മൂത്ത കുട്ടിക്ക് 2 വയസ്സും ഇളയ കുട്ടിക്ക് 6 മാസം മാത്രം പ്രായം. ശിവാനിയുടെ വിവാഹം അവളുടെ 20ാമത്തെ വയസ്സിൽ നടന്നതാണ്. ശിവാനിയുടെ അച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്തേ മരിച്ചുപോയി. പിന്നീട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളുടെ അമ്മയായിരുന്നു. അമ്മയുടെ പേര് പ്രേമാവതി. മകളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ പ്രേമാവതി അവൾക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിച്ച സമയത്താണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും പ്രമോദ് എന്നൊരു പയ്യൻ്റെ പ്രപ്പോസൽ വരുന്നത്. അങ്ങനെ പ്രമോദുമായിട്ട് ശിവാനിയുടെ വിവാഹവും നടത്തി. പ്രമോദ് സാധാ ഒരു കൂലിപ്പണിക്കാരനാണ്. അച്ഛനും അമ്മയും മാത്രമേ അയാൾക്കുള്ളൂ. വലിയ പണമൊന്നും ഇല്ലെങ്കിലും നല്ലൊരു സ്വഭാവമുള്ള പയ്യനാണ് ഈ പ്രമോദ്. അയാളുടെ വീട്ടിൽ അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു മരുമകളായിട്ട് ശിവാനി അവിടെ കഴിഞ്ഞു പോന്നു. പ്രേമാവതിക്കാണെങ്കിൽ മകളുടെ തൃപ്തികരമായ ഈ ഒരു കുടുംബജീവിതം കണ്ട് വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ 2 മക്കളുമായിട്ട് ശിവാനിയുടെയും പ്രമോദിൻ്റെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകവേ ആ ഗ്രാമത്തിലെ ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആ വീട്ടിൽ നിന്നും യാതൊരു അനക്കവും ഇല്ല. ആരെയും പുറത്ത് കാണാനുമില്ല. സാധാരണ കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒക്കെ കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു അനക്കവും ഇല്ല. അയൽപക്കക്കാർ തമ്മി ചോദിക്കാൻ തുടങ്ങി, ഇവരൊക്കെ എവിടെ പോയി, എന്താണ് ആരും പുറത്തിറങ്ങാത്തത്, ഇങ്ങനെയൊക്കെ. ഉടൻ തന്നെ ഒരാൾ ആ വീടിൻ്റെ വരാന്തയിലോട്ട് കയറിയിട്ട് വാതിൽ തട്ടാൻ തുടങ്ങി. അയാൾ ആ വീട്ടിലെ ആൾക്കാരുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടാണ് വാതിൽ തട്ടുന്നത്. ഒരനക്കവും ഇല്ല. അയാൾ ശക്തമായിട്ട് ആ വാതിൽ തട്ടിയതും ആ വാതിൽ അങ്ങ് താനെ തുറക്കുകയാണ്. അതിൻ്റെ അർത്ഥം അത് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. വാതിൽ തുറന്നതും ആ വീടിൻ്റെ ഹാളിൽ കയറിയ മനുഷ്യൻ അവിടെ ഒരു കാഴ്ച കണ്ടു. അയാൾ ഉടനെ തന്നെ ഓടി പുറത്തേക്കിറങ്ങി. എന്താണ് അയാൾ ആ ഹാളിൽ കണ്ട കാഴ്ച, പിന്നീട് ആ വീട്ടിൽ നടന്നത് എന്തെല്ലാം, വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഈ ഒരു കേസിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് പിറകിലോട്ടൊന്ന് പോകേണ്ടി വരും. ശിവാനിക്ക് വരനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രേമാവതിക്ക് പ്രമോദിൻ്റെ ഫോട്ടോ ബ്രോക്കർ വഴി കിട്ടുകയാണ്. ഫോട്ടോ കണ്ടപാടെ പ്രേമാവതിക്ക് പ്രമോദിനെ ഇഷ്ടപ്പെട്ടു. അയാളുടെ കുടുംബ പശ്ചാത്തലവും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശിവാനിയെ പെണ്ണ് കാണാനായിട്ട് ഈ പ്രമോദ് വന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ ശിവാനിയുടെ ഒപ്പം നിന്ന പ്രേമാവതിയിലോട്ടും ഇയാൾക്കൊരു കണ്ണ് പോവുകയാണ്. അമ്മയും മകളെയും അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവളെ കെട്ടിയാൽ ഇവളെ കിട്ടുകയും ചെയ്യും, ഇവളുടെ അമ്മയും കിട്ടും എന്ന് പ്രമോദ് ചിന്തിക്കുകയാണ്. ഈ ഒരു മനസ്സിലിട്ട് വച്ചാണ് പ്രമോദ് ശിവാനിയുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായത്. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ പ്രമോദ് അമ്മായിയമ്മയായ പ്രേമാവതിയെ ഇംപ്രസ് ചെയ്യാനുള്ള എല്ലാ പണികളും തുടങ്ങി. ശിവാനിക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കുമോ അതുപോലെയൊക്കെ അവളുടെ അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കും. ഭാര്യയെ നോക്കുന്ന പോലെ തന്നെ അമ്മായിയമ്മയ്ക്കും പ്രമോദ് കെയറിങ് കൊടുത്തു. ഇതൊക്കെ പ്രേമാവതിക്ക് ഒരു മരുമകന് തന്നോടുള്ള ബഹുമാനവും സ്നേഹവും ആണെന്നതിലുപരി മറ്റൊന്നും ആ സ്ത്രീക്ക് മനസ്സിലായില്ല. ആരെയും പോലെ തന്നെ ഭർത്താവ് തൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നുവെന്ന സന്തോഷമൊക്കെ ആയിരുന്നു. ആദ്യ സമയത്തൊക്കെ ശിവാനിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രേമാവതിയുടെ വീട്ടിൽ പോയി പ്രമോദ് നിൽക്കുമായിരുന്നു. അപ്പോഴും ഭാര്യയുടെ അടുത്ത് സംസാരിക്കുന്നതിലും കൂടുതൽ അയാൾ അമ്മായിയമ്മയോടാണ് സംസാരിക്കുന്നത്. ഇതൊന്നും ആർക്കും അത്ര ഇയാളൊരു സംശയമൊന്നും ഉണ്ടാക്കിയില്ല. സ്വന്തം വീട്ടിലേക്ക് പോയ ശേഷവും പ്രമോദ് പ്രേമാവതിയുടെ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഒരു ദിവസം പ്രമോദ് പ്രേമാവതിയെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, അമ്മ ഒറ്റയ്ക്കല്ലേ അവിടെ കഴിയുന്നത്, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് വലിയൊരു ഒറ്റപ്പെടൽ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഇത് കേട്ട പ്രേമാവതി ചെറുതായിട്ടൊന്ന് ഞെട്ടി. അവർ ചോദിച്ചു, അതിനെന്താ ശിവാനിയും കൂട്ടി വന്നു? അപ്പോൾ പ്രമോദ് പറയുകയാണ്, ശിവാനിക്ക് ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കണം, ഇവിടെ അവർക്ക് ശിവാനി കൂട്ടുണ്ട്, അവിടെ അമ്മയ്ക്കല്ലേ ആരും ഇല്ലാത്തത്, അപ്പോൾ ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് വരാം. ശിവാനിയോട് അമ്മയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കാൻ താൻ 2-3 ദിവസത്തേക്ക് അവിടെ താമസിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പ്രമോദ് പോവുകയാണ്. ഭർത്താവിൻ്റെ നല്ല മനസ്സിൽ പുളകം കൊണ്ട ശിവാനി പൂർണ്ണ സമ്മതവും കൊടുത്തു. അങ്ങനെ പ്രമോദ് പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം പ്രേമാവതിയുടെ വീട്ടിലേക്ക് യാത്രയായി. പ്രമോദ് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയാണ് അമ്മായിയമ്മയെ കാണാൻ എത്തുന്നത്. ഇതെല്ലാം കണ്ട് പ്രേമാവതിക്ക് ഭയങ്കര സന്തോഷമായി.
ആ ദിവസം തന്നെ പ്രമോദിൻ്റെ സംസാരവും പെരുമാറ്റവും ആ സ്ത്രീക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി. മരുമകന് തന്നോടുള്ള അടുപ്പം മനസ്സിലാക്കിയ ഈ സ്ത്രീ എന്തു ചെയ്തു? ആ തെറ്റിൽ നിന്നും അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതിനു പകരം അവൻ അനുകൂലമായി ചിന്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഭർത്താവ് നഷ്ടപ്പെട്ട താൻ ഇത്രയും കാലം മകൾക്ക് വേണ്ടി ഒരു ജീവിതം പോലും തേടിപ്പോയില്ല. അങ്ങനെയുള്ള താൻ ഇനിയെങ്കിലും തൻ്റെ ആഗ്രഹത്തിനൊത്തൊന്ന് ജീവിക്കണ്ടേ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അതിനായിട്ട് മകളുടെ ഭർത്താവിനെ തന്നെ സ്ത്രീ പിടിച്ചു. ഇവർ തമ്മിൽ വഴിവിട്ടൊരു ബന്ധം ആ ദിവസം മുതൽ ആ വീട്ടിൽ സ്റ്റാർട്ടായി. ഭാര്യയുടെ മുന്നിൽ വെച്ച് പോലും അവിടെ അമ്മയുമായിട്ട് പ്രമോദ് പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കാൻ തുടങ്ങി. മണ്ടിയായ ഈ പെൺകുട്ടിക്ക് അപ്പോഴുമില്ല സംശയങ്ങളും ചോദ്യങ്ങളും. ഇതിനിടയ്ക്ക് ശിവാനിക്കും പ്രമോദിനും 2 കുട്ടികളുമായി. എന്നാൽ പ്രേമാവതിയുടെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ചില സംശയങ്ങളൊക്കെ ഈ അമ്മായിയമ്മയുടെ മരുമകൻ്റെ കാര്യങ്ങളിൽ വരാൻ തുടങ്ങി. കാരണം അവർ നോക്കുമ്പോൾ ശിവാനിയും മക്കളും അങ്ങോട്ടേക്ക് വരുന്ന പോലുമില്ല. എന്നാൽ മിക്ക ദിവസവും മരുമകനായ പ്രമോദ് ആ വീട്ടിൽ വരും. വന്നാലുടൻ അകത്ത് കയറും, കഥ കടയ്ക്കും. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞ് പോകും, ചിലപ്പോൾ പിറ്റേ ദിവസം പോകുന്നതും കാണാം. ഇതൊക്കെ ഗ്രാമവാസികൾക്കിടയിൽ ഇങ്ങനെ സംസാരമാകാൻ തുടങ്ങി. പ്രമോദിന് 2 മക്കളും കൂടി ആയതോടെ ശിവാനിയെ പൂർണ്ണമായും മടുത്തു. ഒരു ദിവസം ശിവാനിയുടെ ഗ്രാമത്തിൽ നിന്നും അവൾക്കൊരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചത് ഒരു അയൽപക്കക്കാരി. അവർ പറഞ്ഞു, ശിവാനി, നിന്റെ വീട്ടിൽ നീ അറിയാതെ എന്തെല്ലാമൊക്കെയോ നടക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് മിക്ക ദിവസവും ഇവിടെ വരികയും മണിക്കൂറുകൾ കഴിഞ്ഞ് പോകുന്നതും ഒക്കെ കാണാം. നിന്റെ അമ്മയുമായിട്ട് തെറ്റായ എന്തോ ബന്ധം അവനുണ്ട്. ശിവാനിക്ക് ഇതൊക്കെ കേട്ടതും ആകെ കൺഫ്യൂഷനായി. മിക്ക ദിവസവും ഭർത്താവ് എന്തിനാണ് പോകുന്നതെന്നൊക്കെ അവൾ അപ്പോഴും ചിന്തിക്കുകയാണ്. എന്നാൽ ഒന്നിലെയും സത്യം മനസ്സിലാക്കാതെ അമ്മയും ഭർത്താവിനെയും സംശയിക്കുന്നതേ തെറ്റാണെന്നും അവൾക്ക് തോന്നി. അവൾ ഈ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാതെ വീട്ടിൽ വന്ന പ്രമോദിനോട് ചോദിച്ചു. ഇനി അധികം അങ്ങോട്ട് പോകണ്ട എന്നും അഥവാ പോകുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നും ശിവാനി പറഞ്ഞു. നാട്ടുകാർക്ക് എന്തിനാണ് സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങളെ സംശയം ഉണ്ടായിട്ടല്ല ഞാനിത് പറയുന്നതെന്നും ശിവാനി പറയുകയാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ പ്രമോദിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഉടനെ തന്നെ അയാൾ അങ്ങോട്ട് തട്ടിക്കയറുകയാണ്. നാട്ടുകാരുടെ ചിലവിലാണോ നമ്മൾ കഴിയുന്നത്? പാവ അമ്മ ഇതറിഞ്ഞാൽ എന്ത് വിഷമം തോന്നും എന്നൊക്കെ പ്രമോദ് ഇങ്ങനെ ശിവാനിയോട് തട്ടിക്കയറുകയാണ്. അയാളുടെ ഈ തട്ടിക്കയറലും ഇമോഷണലായിട്ടുള്ള പ്രകടനവും ഒക്കെ കണ്ടപ്പോൾ ശിവാനിക്ക് എത്ര നല്ല ആളാണ് തൻ്റെ ഭർത്താവെന്നും വെറുതെ നാട്ടുകാരുടെ വാക്കൊക്കെ കേട്ടിട്ട് താൻ വലിയൊരു തെറ്റാണ് അദ്ദേഹത്തിനോട് ചെയ്തതെന്നൊക്കെ കുറ്റബോധം തോന്നി. ഇതെല്ലാം പ്രമോദ് അപ്പോൾ തന്നെ പ്രേമാവതിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് പ്രമോദ് പ്രേമാവതിയെ കാണാൻ അങ്ങോട്ടേക്ക് പോയതേയില്ല. നാട്ടുകാരും പിന്നെ ഇത് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് പ്രമോദ് വീണ്ടും പഴയതുപോലെ പ്രേമാവതിയുടെ വീട്ടിൽ കയറി പോകുന്നത് ആ ഗ്രാമത്തിലുള്ളവർ കാണുന്നത്. ഇത്തവണ അവിടെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി കണ്ടുപിടിച്ച ശേഷമേ മേൽ കാര്യമുള്ളൂ എന്ന് ഗ്രാമവാസികൾ തീരുമാനിച്ചു. അങ്ങനെ 1-2 പേര് ആ വീട്ടിൻ്റെ സൈഡിലുള്ള ഒരു പൊളിഞ്ഞ ജനാലയുടെ ഭാഗത്തൂടെ, അതായത് ആ പാളികൾക്കിടയിലൂടെ മരുമകൻ്റെയും അമ്മായിയമ്മയുടെയും ചില ലീലാവിലാസങ്ങളൊക്കെ കണ്ടു. ഇത് ഉടനെ തന്നെ ശിവാനിയെ വിളിച്ച് വീണ്ടും ഇവർ അറിയിക്കുകയാണ്. എന്നാൽ ഭർത്താവിനെ സംശയിച്ച കുറ്റബോധത്തിൽ ഇങ്ങനെ നീറിയിരുന്ന ശിവാനി വിളിച്ചവരെ കണക്കിന് ശകാരിക്കുകയാണ്. നേരിട്ട് കണ്ട കാര്യം പറഞ്ഞതാണ്, നിനക്കിത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാമെന്നും ശിവാനിയോട് ആ ഒരു ഗ്രാമവാസികൾ പറയുകയാണ്. പ്രമോദിനോട് ശിവാനി ഇതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. ഒരു ദിവസം ഗ്രാമവാസികൾ അറിയിച്ച കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ശിവാനി അമ്മയ്ക്ക് കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയ പ്രമോദിൻ്റെ പിന്നാലെ അയാൾ അറിയാതെ പോയി. ഗ്രാമത്തിലെത്തിയ ശിവാനി വീടിൻ്റെ കുറച്ച് മാറി നിന്ന് നോക്കി. അപ്പോഴാണ് അവൾ കാണുന്നത് പ്രമോദ് ആ വീടിൻ്റെ മുന്നിലെത്തി വാതിൽ തട്ടുന്നു. പ്രേമാവതി നല്ല സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി വന്ന് വാതിൽ തുറക്കുന്നു. 2 പേരും കയറി വാതിൽ കുറ്റിയിടുന്നു. ശിവാനിക്ക് തൻ്റെ അമ്മയുടെ ഈ ഒരു രൂപമാറ്റം കണ്ട് വിശ്വസിക്കാനായില്ല. അവൾ ഇന്ന് വരെ അമ്മയെ ഈ ഒരു വേഷവിധാനത്തിൽ കണ്ടിട്ടേയില്ല. ശിവാനി വച്ച് താമസിപ്പിക്കാതെ തന്നെ വീടിൻ്റെ പിന്നിലൂടെ എത്തിയപ്പോൾ അവരുടെ മുറിയിൽ ചില ഒച്ചയൊക്കെ കേൾക്കുകയാണ്. അവൾ ആ വിടവുള്ള ജനൽപ്പാളുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് ഭർത്താവും അമ്മയും ഒരുമിച്ച് കിടക്കുന്നതാണ്. ശിവാനിയുടെ മാനസികാവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഒരു ഭാര്യയും ഒരു മകളും കാണാൻ പാടില്ലാത്ത ഒരു രംഗം. അവൾ തകർന്നുപോയി. ശിവാനി നേരെ വീടിൻ്റെ മുന്നിലെത്തി വാതിൽ തട്ടി.
കുറച്ച് നേരം കഴിഞ്ഞ് പ്രമോദ് വന്ന് ആ വാതിൽ തുറന്നതും കലി കയറി നിന്ന ശിവാനിയാണ് അയാളും പ്രേമാവതിയും കാണുന്നത്. ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. പ്രേമാവതിയോട് വാതിലടച്ച് എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ് അകത്തിരിക്കുകയായിരുന്നു എന്നാണ്. ശിവാനി താൻ കണ്ട കാര്യം ചോദിച്ച് ഇവർ രണ്ടുപേരോടും വഴക്കു തുടങ്ങി. എന്നാൽ പ്രമോദ് ഒന്നിനും ഒരു ഉത്തരവും നൽകാതെ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശിവാനി പിന്നാലെ പ്രമോദിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള ഇവരുടെ ജീവിതമെന്ന് പറയുന്നത് വഴക്കിടൽ മാത്രമായിരുന്നു. പ്രേമാവതിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും പിന്നെ ശിവാനി വച്ചില്ല. അമ്മയും മകളും അത്രമേലകന്നു. ഈ പൊരിഞ്ഞ വഴക്ക് ആ വീട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കും പ്രേമാവതിയും പ്രമോദും തമ്മിൽ ഇങ്ങനെ പഴയ പരിപാടികൾ ആ വീട്ടിലും തുടർന്നുകൊണ്ടേയിരുന്നു. ശിവാനി കരുതിയത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇടപാടൊന്നും ഇല്ല എന്നാണ്. ഇതിനിടയിൽ ശിവാനി ഫോണിൽ ഒരു വൈറൽ വീഡിയോ കാണുകയാണ്. അത് തൻ്റെ ഭർത്താവോ അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കിസ് ചെയ്യുന്നതും മറ്റുമുള്ള ഫോട്ടോസും ചില റീൽസൊക്കെയാണ്. ഇത് പ്രമോദിൻ്റെ ഫോണിൽ നിന്നാണ് ലീക്കായിരിക്കുന്നത്. ഇത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രമോദിന് പോലും അറിയില്ല ഇയാളുടെ ഫോണിൽ നിന്നും ഇതെങ്ങനെ ലീക്കായി എന്ന്. ഇതോടെ പ്രമോദിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പ്രമോദ് കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിലോട്ടേ വന്നില്ല. എന്തിനാ ഗ്രാമത്തിൽ പോലും വന്നിട്ടില്ല. പിന്നീട് 2025 ഒക്ടോബർ 8 പ്രമോദ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ബാക്കി ചോദിക്കാൻ കണക്കാക്കി ശിവാനിയും ഇരിപ്പുണ്ട്. പ്രമോദിനോട് ശിവാനി ഇതൊക്കെ ചോദിച്ച് വഴക്ക് കൂടാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് പ്രമോദിൻ്റെ അച്ഛനമ്മമാർ മറ്റൊരു മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവരൊന്നിലും ഇടപെട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ നേരത്തെ ആ വീട്ടിൽ നടന്നിട്ട് പോലും പ്രമോദിൻ്റെ അച്ഛനും അമ്മയും ഇതിലൊന്നും ഇടപെടാതെ മൗനമായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ തമ്മിൽ അകത്ത മുറിയിൽ ഇങ്ങനെ വഴക്ക് നടക്കുകയാണ്. ഇപ്പുറത്തെ മുറിയിൽ അച്ഛനും അമ്മയും ഉണ്ട്. അവരിതിലൊന്നും ഇടപെടുന്നില്ല. മുറിയിൽ നിന്നും വഴക്ക് കൂടി ഇവർ നേരെ ഹാളിലെത്തുകയാണ്. ഹാളിലും ഇവരുടെ വഴക്ക് ഇങ്ങനെ തുടരുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മകൻ്റെയും മരുമകളുടെയും ആ ഒരു സൗണ്ടൊന്നും പിന്നെ കേൾക്കുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ പ്രമോദ് പുറത്തിറങ്ങി വന്ന് പറയുകയാണ്, ഞാൻ സഹികെട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നുവന്നു. ശരിയാണ്, പ്രമോദ് ശിവാനിയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊന്ന് താഴെ ഇട്ടിരിക്കുകയാണ്. അച്ഛനമ്മമാർ ഇത് കണ്ട് ആകെ ഇങ്ങനെ സ്തംഭിച്ചുപോയി. ഉടനെ തന്നെ പ്രേമാവതിയെ വിളിച്ച് കാര്യവും പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മകൾ ഞാനുമായിട്ട് വഴക്ക് കൂടി എൻ്റെ സകല നിയന്ത്രണവും വിട്ട് ഞാൻ അവളെ കൊന്നുവന്നു. ഇത്രയും കാര്യങ്ങൾ അമ്മായിയമ്മയെ വിളിച്ച് അറിയിച്ച ശേഷം ഇയാൾ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അതിനുശേഷം കുറച്ച് ഇരുട്ടും വരെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ്, പ്രമോദും അച്ഛനും അമ്മയും ഒക്കെ. ഒന്ന് ഇരുട്ടിയ ശേഷം ഇവർ അച്ഛനും അമ്മയും പ്രമോദും ആ വീട് വിട്ട് എവിടേക്കോ പോവുകയും ചെയ്തു. ഒപ്പം ഈ 2 കുട്ടികളെയും എടുത്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ ആ കുടുംബം അവിടുന്ന് കടന്നു കളഞ്ഞു. അയൽപക്കക്കാരുടെ അന്വേഷണത്തിലാണ് ശിവാനിയുടെ മരണം പിന്നീട് പോലീസ് അറിയുന്നത്. പ്രേമാവതി ഇത് അപ്പോഴറിയുന്നത് പോലെ കരഞ്ഞു വിളിച്ച് മകളുടെ ബോഡി കാണാൻ അവിടെ എത്തി. പോലീസ് പ്രേമാവതിയോട് ഇവർ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അവർ പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല, എൻ്റെ മകൾ ഇത്തിരി ദേഷ്യക്കാരിയാണ്, ഇവരാണെങ്കിൽ നല്ല കുടുംബക്കാരും ഭർത്താവും നല്ല ആളാണ്, ഇവിടെ നല്ല സന്തോഷത്തിലാണ് അവൾ ജീവിക്കുന്നത്, പക്ഷേ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇനി വല്ല പ്രശ്നവും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവളുടെ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും എന്നാണ് സ്വന്തം അമ്മ മകൾ മരിച്ചിട്ട് പോലും പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട് പോലീസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ സ്ത്രീക്ക് സ്വന്തം മകളുടെ മരണത്തിൽ യാതൊരു വിഷമവുമില്ലാത്തതുപോലെ മരിച്ചു കിടക്കുമ്പോഴും അവളെ കുറ്റപ്പെടുത്തുകയാണ് ഒരമ്മ. ഫോറൻസിക് ടീമൊക്കെ അവിടെ എത്തി പരിശോധനകളൊക്കെ തുടങ്ങി. ഭർത്താവും കുടുംബവും കടന്നു കളഞ്ഞതോടെ ഇത് അവർ തന്നെ ചെയ്തതാണെന്ന് പോലീസിന് എന്തായാലും ഉറപ്പായി. നാട്ടുകാർക്കൊന്നും ആ വീട്ടിൽ നിന്നും ഒരു വഴക്കോ ബഹളമോ കേട്ടതായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത്. മകളുടെ ഭർത്താവിനെയും കുടുംബത്തിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതോടെ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രേമാവതിയെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ഇവരുടെ ക്യാരക്ടർ എന്താണ്, ഇവരും മകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. മകളോട് ഇവർക്ക് എന്താണ് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണമെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് പ്രേമാവതിയുടെ ഗ്രാമത്തിൽ പോലീസ് എത്തുകയാണ്. അതായത് അവിടുത്തെ നാട്ടുകാർ വഴിയാണ് ഈ കുടുംബ പ്രശ്നമെല്ലാം പോലീസ് പിന്നെ അറിയുന്നത്. സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസും മറ്റുമൊക്കെ പോലീസ് പിന്നീട് കാണുകയും ചെയ്തു. പ്രമോദിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്രമോദിനും കുടുംബത്തിനും വേണ്ടിയിട്ട് പല വഴിയും തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസിന് ആ കുടുംബത്തിനെ കണ്ടെത്താനായില്ല.
പ്രേമാവതിയെ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും അവരിൽ നിന്നും ഇവരെവിടെയാണെന്നോ യാതൊരു വിവരവും കിട്ടിയതുമില്ല. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യും. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.